എന്തെങ്കിലും പറയടാ. നിനക്ക് എന്താടാ വയ്യേ? അത് ശരിയാണ്. നിങ്ങക്ക് പഠിച്ചില്ല, പഠിക്കാതെ ചോദ്യം ചോദിക്കാം. സീനില്ല. താങ്ക് യു. നോ ടെൻഷൻ. വാഴ 2 ടീം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ഹഷിർ, വിനായക്, അജിൻ ആൻഡ് അലൻ. വെൽക്കം ടു മാംഗോ ടോക്ക് ടൈം. നമസ്കാരം. ഹായ്. വാഴ 1ഉം വാഴ 2ഉം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഡിഫറൻസ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതിൽ ആക്ടേഴ്സ് മാറി, അതെ, ഡയറക്ടർ മാറി, പിന്നെ പുതിയ ആൾക്കാർ മാറും. കാര്യമായിട്ട് മറ്റേ അത് തന്നെ പറഞ്ഞു, സഹോദരങ്ങളും ഇതും നീ പറ. അവിടുന്ന് അത് ആക്ച്വലി പടത്തിലെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് മാറി ബ്രോസ് ആയി. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അതിൽ ഞങ്ങൾ ഇപ്പൊ വാഴ 1 കാണാതെ വാഴ 2 കാണുകയാണെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു മേജർ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ സംഗതി കിട്ടുന്നില്ല, എന്തോ ഒരു റെഫറൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനൊന്നുമില്ല. ഉറപ്പാണോ? ചേഞ്ചാ ഇത് വാഴ 2. ഓക്കെ, സെക്കൻഡ് ഒന്ന് നേരിട്ട് കാണാം. അതെ, ഓക്കെ. ഒരു പോസ്റ്റിന്റെ അടിയിൽ, നിങ്ങൾ ഇട്ട പോസ്റ്റിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ആണ്, ഞാൻ വായിക്കാം. ഓക്കെ, ഒരു റൊമാൻറ്റിക് ഹീറോ ലോഡിങ്. ആരാ പറഞ്ഞേ? കമന്റ്സ് ആണ് വന്ന കമന്റ്. ആശാൻ ഒരു പൂവാലനാണെന്ന് തോന്നുന്നു. ആളും കൂടി പോയാൽ ഞങ്ങളോട് വരുന്ന ആളും കൂടി പോയാൽ നമ്മുടെ സിഗ്മ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരാകും? ആരെ പറ്റിയിട്ടാണെന്ന് മനസ്സിലായി? അതിനെ പറ്റി എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും? ഇല്ല, നമ്മൾ അങ്ങനത്തെ ഈ റൊമാൻസ് ആയിട്ടുള്ളതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെന്നല്ല, അങ്ങനെ പടത്തിന്റേതാണ്. പോസ്റ്റർ പോയില്ലേ, അത് മനസ്സിലായി. അത് ഇതില് കാണാത്തോണ്ടല്ലോ അതിൽ പറഞ്ഞത്. അത് നമ്മള് കൂടുതലിപ്പം വീഡിയോയിൽ അങ്ങനത്തെ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതില് പെട്ടെന്ന് ഒരു പെൺകുട്ടിയായിട്ട് പോസ്റ്റർ കണ്ടപ്പോ പറയുന്നതായിരിക്കും. അതെ, എന്തെങ്കിലും ആ ബുക്കിൽ പുസ്തകം പിടിച്ചു നടക്കുന്ന കുട്ടിയിൽ എന്തെങ്കിലും കഥയുണ്ടോ? പടത്തിലാണ് അതൊക്കെ ഉള്ളത്. അതെ, എനിക്കൊന്ന് കഥയായിട്ട് ബന്ധപ്പെട്ട് പോണേ. ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ വൈറൽ സ്റ്റാർസ് ആയിരുന്ന ആൾക്കാരാണ്, ഇപ്പം വാഴ സ്റ്റാർസ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് പഠിച്ചില്ല, പഠിക്കാതെ ചോദ്യം ചോദിക്കാം. ഓക്കെ, അല്ലല്ല, എനിക്ക് മൂവിയിൽ നിങ്ങൾ നോക്കുന്ന 3 മെയിൻ സീനോ അല്ലെങ്കിൽ മൊമെന്റ്സോ സംഗതികൾ എന്തായിരിക്കും നിങ്ങൾ ചെയ്തതിൽ വെച്ച് ഡിഫറെന്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം? നമ്മളിപ്പം റീലാണെങ്കിൽ ഫണ്ണായിട്ടുള്ള അങ്ങനെ പെട്ടെന്നൊരു എനർജി ടൈപ്പായിട്ട് ചെയ്ത് പോണേണ്. സിനിമയാകുമ്പോ നമ്മൾ എല്ലാ ഇമോഷനും കൂടെ കണക്ട് ചെയ്ത് പോണാണ്, എല്ലാം ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ടായിരുന്നു അതോ കുഴപ്പമില്ലാതെ പോയി? കൂട്ടുകാരായത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിരിക്കും, പക്ഷെ മൂവി വരുമ്പോഴത്തേക്ക് ഒരു ഉണ്ടാവും. അതെങ്ങനെയാണ് നിങ്ങൾ കോപ്പ് ചെയ്തത്? ആദ്യം 2 ദിവസമൊക്കെ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെ? ഇല്ല, അത് ഒരു വ്യത്യാസം. ആദ്യം തന്നെ ഞങ്ങൾക്ക് തന്ന സീൻ സ്കൂൾ ഉള്ള പരിപാടിയൊക്കെയാണ്. അപ്പൊ അതിലോട്ടൊന്ന് ജെല്ലായി വന്ന് പിന്നെയാണ് മെയിൻ സീനിലോട്ട് പോയത്. അപ്പൊ നമ്മളൊന്ന് ഒരു ദിവസം സെറ്റായി. ഓക്കെ, ഈ വാഴയിൽ ഈ വാനില ചെടിയെ എവിടുന്ന് പാട്ട് എഴുതിയത്? വേറെ ബന്ധമൊന്നുമില്ല മൂവിയായിട്ട്? അത് ഭയങ്കര ഒരിതാണ്, പടം കാണണം, ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ പടം കാണണം, എന്നാലേ ആ പാട്ടായിട്ട് കണക്ട് ചെയ്യാൻ. നമുക്കിനി ഒരു ഗെയിമിലേക്ക് പോകാം. അല്ല, വീണ്ടും നമ്മൾ എനർജി ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഫൈനാണ്. ഗെയിമിന്റെ പേരാണ് മീം കോർട്ട്. നിങ്ങൾ ചെയ്ത വീഡിയോസിൽ വൈറലായ മീംസ് ഉണ്ടല്ലോ, ആ മീംസ് ഇതുമായിട്ട് ഏതാണ് കണക്ട് ആവുന്നതെന്ന് പറയുക. മനസ്സിലായോ? നിങ്ങൾ 4 പേരും ഒരു കഫേയിൽ പോയി കോഫി കുടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഒരു വെയിറ്റർ ചേട്ടൻ വരുന്നു. ആ ചേട്ടൻ നിങ്ങൾക്ക് കോണ്ടന്റ് തരാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് റിയാക്ഷൻ ഇടും? ഐ മീൻ നിങ്ങളുടെ വീഡിയോ അനുസരിച്ച്, നിങ്ങൾ ചെയ്യുന്ന മീം, നിങ്ങളുടെ വൈറൽ മീംസ് അനുസരിച്ച് ചെയ്യാട്ടാന്ന് പറയും. അങ്ങനെയല്ല, പിന്നെ നമ്മള് വീഡിയോയില് അളിന് മനസ്സിലായോ? എന്നാ പറ, അളി എന്നെ മറ്റില്ല, അത് പറ. വീഡിയോയില് വരല സുധി, അത് പറ. ഇപ്പൊ അതില് മീമായി വൈറൽ സാധനം ഞാൻ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. വൈറലായൊന്നും പറയാൻ പറഞ്ഞില്ല. വാഴ 2 ഹിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാഴ 2 ഹിറ്റ് ആവുകയാണ്, പക്ഷെ സെലിബ്രേഷന് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയില്ല. അപ്പൊ
അപ്പൊ നമ്മളെ വീഡിയോയിലുള്ള റിയാക്ഷൻ ആ ഡയലോഗാണ് കറക്റ്റ് വരുന്നത്. അപ്പൊ ഇതിന് കറക്റ്റ് ഇതാണ് കേട്ടോ. കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ എന്റെ ഉള്ള ഒരു റിയാക്ഷൻ ഉണ്ട് അതിൽ എന്തൊക്കെയാണെന്നുള്ളത് അത് വേണം ഞാൻ ഇടാം. അപ്പൊ എഡിറ്റ് ചെയ്ത് എഡിറ്ററിന് എല്ലാവിധ സഹായങ്ങളും നമ്മൾ സെറ്റ് ആക്കുന്നതാണ്. നിങ്ങൾ എന്ന് രാവിലെ എണീക്കുമ്പോ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു റോസാപ്പൂ കിട്ടുകയാണ്. അപ്പൊ കുറെ നാളായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണ് ഇത് ആരായിരിക്കും. അവസാനം നിങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ അതൊരു ചെറുക്കനാണ്, ഐ മീൻ ഒരു ഗായ് ആണ്, പെൺകുട്ടിയല്ല. ഇത് തന്നെ വീണ്ടും പറയും. വീണ്ടും അതിനെ പറയാം എന്തൊക്കെയാണ് വാഴ 2 കണ്ടിട്ട് ലാലേട്ടൻ നിങ്ങളെ വിളിക്കുകയാണ്. പക്ഷെ വാഴ 2 കണ്ടിട്ട് ലാലേട്ടൻ നിങ്ങളെ വിളിച്ചപ്പം നിങ്ങൾ നിൽക്കുന്ന റേഞ്ച് കിട്ടാത്തൊരു സ്ഥലത്താണ്, കോൺവെർസേഷൻ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളിൽ ഒരാള് ജിമ്മിൽ പോവാന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി. അജിനിപ്പോ അതല്ലേ ചോദ്യം കംപ്ലീറ്റ് കുറച്ചുകൂടെ അറിയാതിരിക്കാം, കുഴപ്പമില്ല, ചോദിച്ചോ. നിങ്ങളിൽ ഒരാള് ജിമ്മിൽ പോവാന്ന് പറയാം, എന്ന് രാവിലെ ഇറങ്ങി പോകും. അത് നിങ്ങൾ ഹാങ് ഔട്ട് ചെയ്യാൻ വിളിച്ചൊന്നും എത്തുന്നില്ല, പറ്റില്ല എനിക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അന്നേരം നിങ്ങള് ഒരു മന്തിക്കടയുടെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴത്തേക്ക് ആൾ അവിടെ ഇരുന്ന് മന്തി അടിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ പറയുക? മന്തി അടിച്ചാൽ ഹെൽത്തി കൂട്ടാന്നാവോ? വേറെന്തെങ്കിലും പെട്ടെന്ന് ഹെൽത്തി കൂട്ടാന്ന് പറഞ്ഞത് വേറെ എന്തെങ്കിലും ഉണ്ടാവും വീഡിയോയില്? ഇത് നമുക്ക് എന്നത്തെയും പറയാൻ മറന്നു പോയപ്പോ ആണോ കാര്യങ്ങൾ അല്ലേ? ഹെൽത്തി കൂട്ട കറക്റ്റ് ആണ്, പക്ഷെ എന്തൊക്കെയാണ് വീണ്ടും പറയാൻ? അല്ല അതും കറക്റ്റ് അല്ലേ, ആപ്റ്റ് അല്ലേ? നിനക്ക് എന്താ വയ്യേ എന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ, നമ്മളങ്ങനെ നിനക്ക് എന്താ വയ്യേ, അത് നമ്മളെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നില്ല അല്ലേ? പണ്ട് നിങ്ങളുടെ സ്കൂളിലോ ആ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ആദ്യം ഉത്തരം തരട്ടാ. എന്തൊക്കെയാണ് കൊച്ചക്കാലത്തില് ആ ചോദ്യം ചോദിച്ചാണെങ്കിൽ അതായിരിക്കും വരുന്നത്. അതന്നെ ഉത്തരം കണ്ട. ഓക്കെ, അതന്നെ ഉത്തരം വെച്ചാൽ അത് കറക്റ്റ് ആണ്. അത് പറയുകയാണെങ്കിൽ അതെ അതെ അതെ. നിങ്ങളുടെ കോളേജിൽ അല്ലെ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു യമണ്ടൻ ക്രഷ് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ആള് നമുക്ക് വന്ന് മെസ്സേജ് അയക്കാണ്, സുഖല്ലേ ചേട്ടാ, എന്നെ ഓർമ്മയുണ്ടോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാണ്. അന്നേരം നിങ്ങൾ ഇൻവെർട്ടേഴ്സ് ആണോ? ഒരിക്കലും അല്ല, സീരിയസ് ആയിട്ടും ഓക്കെ. നിങ്ങൾ 115 ദിവസം ഷൂട്ട് ചെയ്തു. നിങ്ങൾ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഈ ദിവസം കിഡ്ലനായി? അത് ഒരു ഫൈറ്റ് സീനില് ഇത്ര ഫൈറ്റ് സീനില് ഒരു 5 ദിവസം 6 ദിവസം വിനായക ഒരു ഉടുപ്പിട്ട്, അപ്പൊ വിനായക എന്ന് ഈ പഴയ ഉടുപ്പിട്ടോട് നമ്മുടെ അടുത്തൊന്നിരിക്കും, നമ്മൾ ഇങ്ങനെ ചിരിക്കാറുണ്ട്. അതാണ് നമ്മൾ ഓർക്കുന്നല്ലേ. അതൊരു ഫൺ മൊമെന്റ്. വാഴ 1 നമ്മുടെ ഒരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾ ടുഗെദർ. ഇപ്പൊ വാഴ 2 ഒരു ഡിസ്കഷൻ പോയിന്റ് വരും എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? വാഴ 1 പോലെയാണ്, അതേ ലൈനാണ് പടം, മനസ്സിലായില്ലേ? ഇമോഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, അതുപോലെ തന്നെയാണ് പോണം, വേറെ മാറ്റം ഒന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള ആമ്പിളുടെ ഇടയിൽ നടക്കുന്നത്, ഫാമിലിക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. സിബ്ലിങ്സ് ഒരു അത് ബോയ്സ് ആണ്, ഇത് ബ്രോസ്, ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പക്ഷെ നടക്കുന്ന എല്ലാ സെയിം കാര്യങ്ങളും നമ്മളെല്ലാ ഫണ്ണ് മാത്രം, അതായത് അതാണ് പറഞ്ഞ ഫണ്ണ് മാത്രം നോക്കരുത്. ചിലപ്പോ നിങ്ങള് അത്ര അങ്ങ് ആ ഒരു ടൈപ്പിൽ എല്ലാം കൂടെ ഉള്ള ഒരു ഫിലിമാണ്. അതെ, വാഴ 1 എങ്ങനെയാണോ അതേപോലെ ഒരു കാര്യം പ്രതീക്ഷിക്കാം. ഓക്കെ, ഫസ്റ്റ് പാർട്ടില് ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരു എൻഡിങ് ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ആയിരുന്നല്ലോ. കുറച്ചും കൂടി ഹാപ്പി എൻഡിങ് ആവാമായിരുന്നു. വാഴ 2 നമുക്ക് ഒരു ഹാപ്പി എൻഡിങ് പ്രതീക്ഷിക്കാമോ? ഡയറക്ടർ അങ്ങനെ നമ്മളെ പഠിപ്പിച്ച് എവിടെ പോയാലും അങ്ങനെ പറയാം. മറ്റേ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന ദൃശ്യത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ അറ്റ് ദിസ് ഫേസ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോജക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ വാഴ 2 ആണോ ഇപ്പോഴത്തെ മെയിൻ ഹൈലൈറ്റ്? ഇത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാന്ന് വിചാരിക്കും. ഇത് എങ്ങനെയാണ് അതനുസരിച്ച് ഇരിക്കാം, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അല്ലേ? അതെ, പിന്നെ ഭാവിയിൽ നല്ല നല്ല പടങ്ങളുടെ ഭാഗമാവാ എന്നുള്ളതാണ് ഏറ്റവും സാധിക്കട്ടെ എന്ന് നമ്മൾ തന്നെ വിചാരിക്കും. ഓക്കെ, സോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. വാഴ 2 ഓൺ തിയേറ്റേഴ്സ് സൂൺ വരെയാണ്. ഓൾ ദി ബെസ്റ്റ് ടു ദി ടീം. അടിപൊളി ആവട്ടെ. താങ്ക് യു. സന്തോഷം.